ഹായ് ഗൈസ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഗോതമ്പും അരിയും നമ്മൾ മനുഷ്യന്മാരെ ചൂഷണം ചെയ്യുകയായിരുന്നു. നമ്മൾ ഗോതമ്പിനെയും അരിയിനെയും അല്ല കൃഷി ചെയ്തത്, നേരെ തിരിച്ചാണ്. ഭക്ഷണം കഴിക്കുന്നതിന് പകരം മലയാളികൾ ചോറ് കഴിക്കാമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഇന്നത്തെ വീഡിയോ വ്യത്യസ്തമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ചെടികളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് വീറ്റാണ്, ഗോതമ്പ്. ബേസിക് ആയിട്ടുള്ള ആദിജീവനത്തിൻ്റെയും റിപ്രൊഡക്ഷൻ്റെയും പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഏകദേശം 2.2 മില്യൺ സ്ക്വയർ കിലോമീറ്ററിലാണ് ഗോതമ്പ് ചെടി കൃഷി ചെയ്തിട്ടുള്ളത്. അതായത് ഏകദേശം ബ്രിട്ടൻ എന്ന രാജ്യത്തിൻ്റെ 10 ഇരട്ടി സൈസ് വരും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും യുവൽ നോവ ഹരാരിയുടെ സേപ്പിയൻസ് എന്ന ബുക്കിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഹരാരിയുടെ കാഴ്ചപ്പാടനുസരിച്ച് ഗോതമ്പും അരിയും മനുഷ്യരാശിയെ തന്നെ ചൂഷണം ചെയ്യുകയായിരുന്നു. ഏകദേശം 10,000 കൊല്ലം മുമ്പെയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ആ സമയത്താണ് മനുഷ്യന്മാർ ഗോതമ്പ് കൃഷിയിലേക്ക് ഇറങ്ങിയത്. ആ ഒരു സമയം വരെ പക്ഷേ മനുഷ്യന്മാർ കംഫർട്ടബിളി ജീവിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ കൃഷിക്കാരായിട്ടല്ല, ഹണ്ടർ ഗാദറേഴ്സ് ആയിട്ട്. ഹണ്ടർ ഗാദറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം തേടി കണ്ടുപിടിക്കുക, ഭക്ഷണം ശേഖരിച്ചു വെക്കുക. നമ്മൾ ഹോമോ സേപ്പിയൻസിൻ്റെ ജസ്റ്റ് മുമ്പത്തെ ആൻസസ്റ്റേഴ്സ്, ഹോമോ ഇറക്ടസ് എന്ന് പറയുന്ന ആ സ്പീഷീസ്, അവർ ഏകദേശം 20 ലക്ഷം കൊല്ലമാണ് ഗോതമ്പിനെയും അരിയിനെയും ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിച്ചു വന്നത്. 8000 കൊല്ലം BC-യിലാണ് ആദ്യമായിട്ട് ഗോതമ്പിൻ്റെ കൃഷി തുടങ്ങുന്നത്. ആ സമയം പഴയ ജീവിതശൈലിയെല്ലാം മാറ്റി നിർത്തി, അത് കുറച്ചും കൂടിയും ഡേഞ്ചറസ് ആയിരുന്നു. അതിനെ മാറ്റി നിർത്തി മനുഷ്യന്മാർ കൃഷിയിലേക്ക് ഇറങ്ങുകയായിരുന്നു. പഴയ ഹണ്ടർ ഗാദറർ സ്റ്റൈലൊക്കെ മാറ്റി ഒരു സ്ഥലത്ത് തന്നെ ജീവിച്ച് അവർ കൃഷിക്കാരായി മാറുകയായിരുന്നു. ആ സമയത്ത് മനുഷ്യന്മാർ വിചാരിച്ചതും ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നതും അഗ്രികൾച്ചർ നമ്മളെ കൂടുതൽ ബുദ്ധിമാന്മാരാക്കി, കൂടുതൽ റെവല്യൂഷൻ കൊണ്ടുവന്നു, നമ്മളുടെ ജീവിതം കുറച്ചും കൂടിയും എളുപ്പമാക്കി എന്നാണ്. പക്ഷേ സത്യാവസ്ഥ അതല്ല. ഗോതമ്പിൻ്റെയും അരിയുടെയും കൃഷി സത്യം പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ജീവിതം കുറച്ചും കൂടിയും ബുദ്ധിമുട്ടുള്ളതാക്കുകയാണ് ചെയ്തത്. അടുത്ത ഒരു 1000 കൊല്ലങ്ങളോളം മനുഷ്യന്മാർ അവരുടെ മെയിൻ സമയം ചെലവഴിച്ചത് ഈ ഗോതമ്പിനെയും അരിയിനെയും എല്ലാം പരിപാലിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഗോതമ്പിന് കല്ലുകളും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് മനുഷ്യന്മാർ അവരുടെ നടു ഒടിച്ച് പാടത്തിൽ പണി ചെയ്തു. ഇതെല്ലാം മാറ്റി ഗോതമ്പിന് വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ. ഗോതമ്പിന് അവർക്ക് കിട്ടുന്ന സ്ഥലവും വെള്ളവും മറ്റു ചെടികളായിട്ട് പങ്കിടുന്നൊന്നും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഗോതമ്പിന് ആവശ്യമുള്ള സ്ഥലവും വെയിലും വെള്ളവും എല്ലാം കൊടുത്ത് ഗോതമ്പിനെ സന്തോഷിപ്പിച്ചു. അവരെ മൃഗങ്ങളിൽ നിന്നും പ്രാണികളിൽ നിന്നും വേലി കെട്ടി അവരെ സംരക്ഷിച്ചു. ഇത് മനുഷ്യരാശിയെ സാരമായ രീതിയിലാണ് ബാധിച്ചത്. ഗോതമ്പ് മനുഷ്യന്മാരെ ഭക്ഷണം തേടി അലയുന്ന അവസ്ഥയിൽ നിന്നും മാറി പാടത്തിൻ്റെ അടുത്ത് തന്നെ വീട് കെട്ടി പാർക്കാൻ നിർബന്ധിതരാക്കി. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ശരീരം, നമ്മളുടെ ഹ്യൂമൻ ബോഡി ഈ പ്രകാരത്തിൽ പണി ചെയ്യാൻ വേണ്ടിയിട്ടല്ല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മനുഷ്യ ശരീരം ഫലവൃക്ഷങ്ങളിൽ കയറാനും ഓടാനും ഭക്ഷണം തേടാനും ഒക്കെയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ ഒരു മാറ്റം കാരണം മനുഷ്യന്മാരുടെ നട്ടലും കാൽമുട്ടും സന്ധികളും എല്ലുകളും വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. ഈ ഒരു മാറ്റത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യന്മാർക്ക് ഡിസ്കിൻ്റെ പ്രശ്നങ്ങളും ആർത്രൈറ്റിസും വാദം, പ്രമേഹം, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെല്ലാം വന്നു ചേർന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്മാരല്ല അരിയിനെയും ഗോതമ്പിനെയും കൃഷി ചെയ്തത്. ഗോതമ്പും അരിയും പോലത്തെ ചെടികൾ അവരുടെ അതിജീവനത്തിന് വേണ്ടി 10,000-ഓളം കൊല്ലങ്ങൾ മനുഷ്യന്മാരെയാണ് ഉപയോഗിച്ചത്. മനുഷ്യന്മാരെയാണ് അവർ ചൂഷണം ചെയ്തത്. ഡൊമസ്റ്റിക്കേറ്റഡ് എന്ന ഇംഗ്ലീഷ് വാക്ക് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഡൊമസ്, അതിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. ഈ ഡൊമസ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് വീട് എന്നാണ്. നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചത് മനുഷ്യന്മാർ ഈ ചെടികളെയും മൃഗങ്ങളെയും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു എന്നാണ്. പക്ഷേ വീട്ടിൽ താമസിക്കുന്നത് ആരാന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം. ഇതിന് ഉത്തരവാദി ആരാന്ന് ചോദിച്ചാൽ അത് ദൈവങ്ങളോ രാജാക്കന്മാരോ പുരോഹിതരോ ആരുമല്ല. ഇതിന് ഉത്തരവാദികൾ ഗോതമ്പ്, അരി, കിഴങ്ങ് വർഗ്ഗങ്ങളിൽപ്പെട്ട ചില ചെടികൾ മാത്രമാണ്. ഇപ്പോഴും നമ്മൾ അരി ഭക്ഷണവും ഗോതമ്പും എല്ലാം കഴിക്കുന്നതിൻ്റെ അളവ് കൂടുതൽ തന്നെയാണ്. അത് നമ്മൾ ഈ പറയുന്ന ചെടികളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇത് അത്ര എളുപ്പം മാറ്റാൻ പറ്റുന്നൊരു ശീലമായിരിക്കില്ല. മനുഷ്യന്മാരുടെ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് എല്ലാവർക്കും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ അരിയിനെയും ഗോതമ്പിനെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഓരോരുത്തരുടെ കാര്യം നോക്കുന്ന സമയത്ത് നമ്മൾ ആ കഴിക്കുന്നത് കൂടുതലാണോ കുറവാണോ എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ചോദ്യം. നിങ്ങൾ മധുരമുള്ള എന്തെങ്കിലും ഭക്ഷണം കാണുമ്പോൾ അല്ലെങ്കിൽ പൊറോട്ടോനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് കഴിക്കാൻ തോന്നുന്നതിനും അതിനും സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്.
അതെന്താണെന്നറിയാൻ കാർഡ്സിലുള്ള ഈ വീഡിയോ കാണുക. നമുക്ക് ഒരിക്കലും പഴയതുപോലെ ഹണ്ടർ ഗാദറർ എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് തിരിച്ചു പോകാൻ ആർക്കും സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന അരിൻ്റെയും ഗോതമ്പിൻ്റെയും അളവൊന്ന് കുറയ്ക്കുകയാണെങ്കിൽ, അതിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറിയും ഇലക്കറികളും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആരോഗ്യം കുറച്ചെങ്കിലുമൊക്കെ മെച്ചപ്പെടുത്താനും പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരാതെ നോക്കാനും സാധിക്കുന്നതാണ്. യുവാൽ നോവ ഹരാരിയുടെ സേപ്പിയൻസ് എന്ന ബുക്ക് വളരെ നല്ലൊരു ബുക്കാണ്. ഈ ബുക്കിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഞാനും മറ്റു പല ഡോക്ടർമാരും റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും മികച്ചൊരു ഡയറ്റാണ് ഡാഷ് ഡയറ്റ്. ഡാഷ് ഡയറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ കാണുക. മികച്ച ഭക്ഷണവും നല്ല ഡയറ്റിനെ കുറിച്ചും ഇതിനു മുമ്പേ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ വീണ്ടും കാണുന്നതാണ്. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.